എറണാകുളം അടങ്ങുന്ന മധ്യ കേരളത്തിലേക്ക് പോകാം. എറണാകുളം ജില്ലയിൽ 5 സിറ്റിംഗ് സീറ്റുകളും നിലനിർത്തുമെന്ന് CPIMന്റെ വിലയിരുത്തൽ. തൃപ്പൂണിത്തുറ പിടിച്ചെടുക്കും. ആലുവയിൽ AM ആരിഫ് മികച്ച മത്സരം കാഴ്ചവെച്ചു. ജില്ലാ സെക്രട്ടേറിയറ്റ് സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറുകയും ചെയ്തു. ആദ്യം എറണാകുളത്തിന്റെ വിവരം നമുക്ക് സൈഫുന്നിസയോട് ചോദിക്കാം. സൈഫുന്നിസ നമുക്കൊപ്പമുണ്ട്. സൈഫുന്നിസ, വലിയ തരത്തിലുള്ള പോളിംഗ് ആണ് എറണാകുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ കാഴ്ചവെച്ചത്. പോളിംഗ് ശതമാനമൊക്കെ നമുക്കറിയാം, ഇങ്ങനെ കുതിച്ച് ഉയരുകയായിരുന്നു. അപ്പോൾ ഇത് മുന്നണികൾക്കെല്ലാം വലിയ പ്രതീക്ഷ ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ചും CPIM വലിയ തരത്തിലുള്ള വിലയിരുത്തലുകൾ നടത്തുന്നു. അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ പിടിച്ചെടുക്കും എന്നതടക്കമുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എറണാകുളത്തെ പ്രതീക്ഷകൾ CPIMന് ഏത് രീതിയിലാണ് ഇപ്പോൾ? സ്വാതി, എറണാകുളം ജില്ല UDFന് എപ്പോഴും അനുകൂലമായ ഒരു സ്ഥലമാണ്. നിലവിലെ ഒരു സീറ്റ് നിലനുസരിച്ച് തന്നെ 9 UDFും 5 LDFുമാണ്. ഇതിൽ എല്ലാ സീറ്റുകളിലും വിജയം കൊയ്യുമെന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ ഒരു പ്രതീക്ഷ. കാരണം ഭരണവിരുദ്ധ വികാരമുണ്ട്. അതുകൊണ്ട് തന്നെ അത് UDFന് അനുകൂലമായി മാറും. എറണാകുളത്ത് UDFന്റെ തരംഗമായിരിക്കും ഉണ്ടാവുക എന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. എന്നാൽ ഇന്ന് ഇപ്പോൾ LDFന്റെ ഒരു കണക്കുകൾ പരിശോധിച്ചുള്ള ഒരു CPM സെക്രട്ടേറിയറ്റിന്റെ വിലയിരുത്തൽ വന്നിരിക്കുകയാണ്. അതിൽ നിലവിലുള്ള 5 സീറ്റുകൾക്ക് പുറമെ ഒരു സീറ്റ് കൂടി നേടും എന്നുള്ളതാണ്. അതായത് നിലവിലുള്ള 5 സീറ്റ് എന്ന് പറയുന്നത് ഒന്ന് വൈപ്പിൻ, മറ്റൊന്ന് കളമശ്ശേരി, അതിനൊപ്പം കുന്നത്തുനാട്, കോതമംഗലം, ആ രീതിയിലാണ് കൊച്ചി. ഇതിൽ ഈ സീറ്റുകളെല്ലാം നിലനിർത്തുകയും ചെയ്യും. അതുകൂടാതെ തന്നെ ഇപ്പോൾ ത്രികോണ മത്സരം നടന്ന തൃപ്പൂണിത്തുറയിൽ ഇടത് കൊടി പാറും എന്നുള്ളതാണ്, ചെങ്കൊടി പാറും എന്നുള്ളതാണ് LDFന്റെ ഒരു വിലയിരുത്തൽ. വലിയ രീതിയിലുള്ള മുന്നേറ്റം ഈ തൃപ്പൂണിത്തുറയിൽ ഉണ്ടാക്കാനാകുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ പ്രചാരണമായിരുന്നു. ഈ പറഞ്ഞ സ്ഥലങ്ങളിലെല്ലാം തന്നെ, കൊച്ചിയിലാണെങ്കിലും തൃപ്പൂണിത്തുറയാണെങ്കിലും കുന്നത്തുനാടാണെങ്കിലും കളമശ്ശേരിയിലൊക്കെ ആണെങ്കിലും വൈപ്പിനിലൊക്കെ ആണെങ്കിലും വലിയ മത്സരമായിരുന്നു, വാശിയേറിയ ഒരു പ്രചാരണമായിരുന്നു ഉണ്ടായിരുന്നത് തന്നെ. അപ്പോൾ എല്ലായിടത്തും പോളിംഗ് പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ട്. പക്ഷേ നമുക്കറിയാം SIR എന്ന് പറയുന്ന ഒരു കാര്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. SIR-ന് ശേഷം, പരിഷ്കരണത്തിന് ശേഷം വോട്ടർ പട്ടികയിൽ ഏകദേശം 1.25 ലക്ഷത്തോളം പേരാണ് ഈ എറണാകുളം ജില്ലയിൽ തന്നെ പുറത്തായിരിക്കുന്നത്. ബാക്കിയുള്ള 25,03,848 വോട്ടർമാരിൽ 20,247 പേരാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. പലയിടത്തും കുറഞ്ഞു പോയിട്ടുമുണ്ട്. അതായത് ഇപ്പോൾ അങ്കമാലി ആണെങ്കിലും പിറവാണെങ്കിലും ഇതൊക്കെ UDFന്റെ ഉറച്ച പ്രതീക്ഷകളാണ്. അവിടെയൊക്കെ വോട്ട് വളരെ കുറഞ്ഞു പോയിട്ടുണ്ട്. അതൊക്കെ ആർക്ക് അനുകൂലമാകുമെന്നുള്ളത് നമുക്ക് ഈ മെയ് 4-ന് മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ. എങ്കിൽ പോലും ഒരു പ്രവചനാതീതമായ മത്സരത്തിലേക്ക് എല്ലാ മണ്ഡലങ്ങളും പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും തൃപ്പൂണിത്തുറ LDFന് നേടാനാവുകയാണെങ്കിൽ അത് വലിയ ഒരു കാര്യം തന്നെയായിരിക്കും. കാരണം കഴിഞ്ഞ തവണ ചെറിയൊരു നിസ്സാര വോട്ടുകൾക്ക്, അതായത് 1000-ൽ താഴെ വോട്ടുകൾക്കാണ് കെ ബാബു അവിടെ ജയിച്ചു കയറിയത്. ഇത്തവണ LDFനെ പിടിക്കാനായാൽ അത് വലിയ നേട്ടമായിരിക്കും. കാരണം മറ്റൊരു കാര്യം, ഇടുക്കിയുടെ കാര്യം കൂടി നമുക്ക് പറയേണ്ടതുണ്ട്. ഏതായാലും ഇടുക്കിയിൽ CPI മത്സരിച്ച പീരുമേട് മണ്ഡലം നഷ്ടപ്പെടുമെന്നാണ് CPIMന്റെ വിലയിരുത്തൽ. അപ്പോൾ ഇടുക്കിയിലെ ദേവികുളം അടക്കമുള്ള മണ്ഡലങ്ങളിലെ കാര്യങ്ങൾ കൂടി CPIMന് വലിയ പ്രതീക്ഷയാണ്. അപ്പോൾ ഇടുക്കിയിൽ എങ്ങനെയാണ് ഇടതുമുന്നണിക്ക് CPIMന് ഇക്കുറി പ്രതീക്ഷയുള്ളത് എന്നുകൂടി ഒന്ന് വ്യക്തമാക്കാം. സ്വാതി, ഇടുക്കി ജില്ലയിൽ 5 മണ്ഡലങ്ങളാണ് ഉള്ളത്. ഈ 5 മണ്ഡലങ്ങളിൽ കഴിഞ്ഞ 4 ടേമുകളിലായി ഇതുവരെ കോൺഗ്രസിന് ഒരു സീറ്റിൽ പോലും വിജയിക്കാൻ സാധിച്ചിട്ടില്ല. അവിടെ ഒരിടത്തുള്ളത് PG ജോസഫ് വിഭാഗമാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ആയിരുന്നു തൊടുപുഴയിൽ ജയിച്ചത്. ബാക്കി എല്ലായിടത്തും തന്നെ ഇടതിനായിരുന്നു വലിയ രീതിയിൽ ഒരു അനുകൂല സാഹചര്യം ഉണ്ടായിരുന്നത്. പക്ഷേ ഇത്തവണ ചെറിയ മാറ്റങ്ങളൊക്കെ അവിടെ ഉണ്ടാകും എന്നുള്ള വിലയിരുത്തലാണുള്ളത്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ CPM സെക്രട്ടറിയിൽ തന്നെയുള്ള ഒരു തീരുമാനം, ഒരു ധാരണ, അല്ലെങ്കിൽ അവരുടെ ഒരു നിഗമനം എന്ന് പറയുന്നത് പീരുമേട് സീറ്റ്, അതായത് CPIയുടെ ജില്ലാ സെക്രട്ടറിയായ സെലിംകുമാർ മത്സരിച്ച സീറ്റാണ്. ആ സീറ്റ് നഷ്ടപ്പെടുമെന്ന് തന്നെയാണ് CPM തന്നെ ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. പിന്നീടുള്ള ഇപ്പോൾ തൊടുപുഴയാണെങ്കിൽ അപ്പു ജോൺ ജോസഫ് വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് UDFന്റെ, അതായത് ഒരു 1/4 ലക്ഷത്തിന് മുകളിൽ വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. ഒപ്പം തന്നെ ദേവികുളമാണെങ്കിലും ഉടുമ്പൻചോലയാണെങ്കിലും എന്ത് വലിയ ഒരു കൊടുങ്കാറ്റുണ്ടായാൽ പോലും അത് ഇടതിനൊപ്പം നിൽക്കുന്ന ഒരു വലിയ ഇടത് തരംഗം എപ്പോഴും ആഞ്ഞു വീശുന്ന 2 മണ്ഡലങ്ങളാണ്. അവിടെയും ഇത്തവണ ഇളക്കം സംഭവിക്കുമെന്നാണ് UDF ക്യാമ്പ് പറയുന്നത്. പക്ഷേ LDF ക്യാമ്പും വലിയ രീതിയിലുള്ള ആത്മവിശ്വാസത്തിലാണ്. കാരണം അത് കുറച്ചുകൂടി ഈ ബോർഡർ ജില്ലയാണ്. തമിഴ്നാട്ടിലെ വോട്ടുകളും ഒക്കെ ഉൾപ്പെടുന്ന, അതായത് മൂന്നാറിൽ താമസിക്കുന്ന ആളുകളുടെയൊക്കെ തന്നെ വോട്ട് ഉൾപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ അത് വലിയ ഗുണം ചെയ്യുന്നു പറയുന്നു. മറ്റൊരു പ്രതീക്ഷയ്ക്ക് ഭയങ്കര ഒരു മത്സരം നമ്മൾ കണ്ടൊരു സ്ഥലം ഇടുക്കിയാണ്. കാരണം നിലവിലെ മന്ത്രിയായ റോഷി അഗസ്റ്റിൻ മത്സരിക്കുന്നതാണ്. അവിടെ ഏറെ കാലങ്ങൾക്ക് ശേഷം കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു എതിർ സ്ഥാനാർത്ഥിയായി വരികയും ചെയ്തു. വലിയ മത്സരമാണ് അവിടെ നടന്നത്. അതുകൊണ്ട് തന്നെ റോഷി
മാർക്സിസ്റ്റിനെ തോൽപ്പിക്കാനാകും. ഇത്തവണ കോൺഗ്രസ് അവിടെ ജയിക്കുമെന്നുള്ളതാണ് UDF ക്യാമ്പിന്റെ പ്രതീക്ഷ. എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ ഒരുപാട് പോളിംഗ് ശതമാനത്തിൽ വലിയ വർധന ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ 71 2021 പോളിംഗ് ശതമാനമെങ്കിൽ ഇപ്പോൾ 2026 വരുമ്പോൾ അത് 77%. അതായത് ഇത്രയും വലിയൊരു പോളിംഗ് പെർസെൻറ്റേജ് വരുമ്പോൾ തന്നെ അത് ആർക്ക് അനുകൂലമാകും എന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഊഹിക്കാൻ കഴിയാത്തൊരവസ്ഥയാണ് സ്വാതി. ശരി സൈഫുന്നീസ, എന്തായാലും